ഇന്ന് നമുക്ക് വളരെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റിക്സ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. തൊലിയൊന്ന് ഞാനൊന്ന് പീൽ ചെയ്ത് ഒരു പീലർ വെച്ചിട്ട് നമുക്ക് തൊലിയൊന്ന് കളഞ്ഞെടുത്ത് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറിയ സ്ലൈസസ് ആയിട്ടൊന്ന് കനം കുറച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുളക്കിഴങ്ങ് അല്പം കനം കുറച്ചിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ ഓരോ പീസിനെയും നമുക്ക് ചെറിയ ചെറിയ സ്റ്റിക്സ് പോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കനം കുറച്ച് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ സ്റ്റിക്സ് പോലെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മുറിച്ചെടുക്കുന്ന ഈ പൊട്ടറ്റോ കഷ്ണങ്ങൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം ഈ പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ടല്ലോ, അപ്പോൾ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കളറ് മാറിപ്പോകും. അതുപോലെ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്കിതുപോലെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാനെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ സ്റ്റിക്സ് പോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് 2-3 തവണയൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ഞാനിത് 3 തവണ കഴുകിയിരുന്നു, നല്ല പച്ചവെള്ളത്തിൽ കഴുകി. ഇനി നമുക്കിത് വെള്ളം വാലുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അരിപ്പ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. വെള്ളം പോയതിന് ശേഷം ഒരു കോട്ടൺ ടവലിലേക്ക് നമുക്കിത് നിരത്തിയിടണം. കാരണം ഇതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു കോട്ടൺ തുണിയിലേക്ക് നിരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. എന്നിട്ട് ഇതങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. വെള്ളം നന്നായി പോകുന്നത് വരെ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എന്നിട്ട് ഇതിങ്ങനെ ടവലിൽ ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒറിഗാനോ ലീവ്സ് ആണ്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അല്പം ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, അല്പം ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ സ്റ്റിക്സ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു. പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ സ്റ്റിക്സ് ഈ കോൺഫ്ലോർ മിക്സിലേക്ക് നമ്മൾ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പൊട്ടറ്റോ സ്റ്റിക്സ് വറുത്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ക്രിസ്പി ആവില്ല, അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺഫ്ലോറിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിൽ മുക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടി തട്ടി കൊടുക്കണം, എന്നിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് നീരാണ് ചേർത്തത്. കാരണം നമ്മൾ വറുത്തെടുക്കുമ്പോൾ പൊട്ടറ്റോയ്ക്ക് നല്ല ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് നീര് ആ വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ പിന്നീട് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആകുന്നത് വരെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ വറുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സോഫ്റ്റായി പോകും. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ വറുക്കുന്ന ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമുക്ക് വീട്ടിലെപ്പോഴും പൊട്ടറ്റോസൊക്കെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്സാണിത്.